പൂരം നമുക്കൊരു വികാരമാണ്. കുറച്ച് ദിവസം മുമ്പ് തന്നെ എനിക്ക് പെട്ടെന്നൊരു പ്രകാശം നമ്മളിലേക്ക് ഇങ്ങനെ വരും പൂരത്തിനടുത്താകുമ്പോൾ. പിന്നെ അത്തരമൊരു ഫീലിംഗ് ആണ് തൃശ്ശൂർ. അല്ല, കാരണം പണ്ട് പൂരം എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ കേരളത്തിൻ്റെ ഒരു ഉത്സവമാണ്. തൃശ്ശൂരിൻ്റെ എന്ന് പറയാൻ പറ്റില്ല, അന്നും കേരളത്തിൻ്റെ ഒരു ഉത്സവമാണ്. പിന്നെ അത് ഇന്ത്യയുടെ ഇപ്പോൾ ഒരു ലോകത്തിൻ്റെ ഉത്സവമായി പൂരം. അത്രമാത്രം വലുതായിപ്പോയി പൂരം. കുട്ടിക്കാലത്ത് എങ്ങനെയാണ് പൂരം അനുഭവങ്ങൾ? കുട്ടിക്കാലത്ത് എപ്പോഴും നമ്മൾ വെക്കേഷൻ്റെ കാലത്താണ് പൂരം വരെ, വെക്കേഷനിലാണല്ലോ പൂരം. അപ്പോൾ രണ്ടാമതും നമ്മുടെ കൂട്ടുകാരായിട്ട് കൂട്ടിമുട്ടാനുള്ള ഒരു സ്ഥലമാണ് പൂരം. പൂരത്തിലെ വരുമ്പോൾ വെക്കേഷൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പൂരം വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന പിന്നെ ഈ പൂരത്തിൻ്റെ ഈ ആനയുടെ പ്രദർശനമുണ്ട്, ചമയ പ്രദർശനമൊക്കെ നടക്കുന്നത്. ഞാൻ പഠിച്ചിരുന്നത് CMS സ്കൂളിലാണ്, ടൗണിൽ തന്നെ. ആ കാലത്ത് അവിടെയായിരുന്നു ഈ പ്രദർശനമൊക്കെ നടത്തുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെയാണ് ഈ സാധനങ്ങളൊക്കെ വയ്ക്കുക. അപ്പോൾ നമുക്ക് വളരെ ഫെമിലിയർ. അവിടെ നമ്മളിപ്പോൾ ഓടി കളിക്കുന്ന സ്ഥലത്തൊക്കെ ആനേനെ കൊണ്ടുവന്ന് കെട്ടുന്നു. അങ്ങനെ ഭയങ്കര രസമുള്ളൊരു സ്ഥലം. നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു ഉത്സവം പോലെ അത്തരം ഒരു തരത്തിലാണ് എനിക്ക് തോന്നിയിരുന്നത്. പിന്നെ അന്ന് ഇത്ര തിരക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മുടെ അനിയന്മാർ ഇവരൊക്കെ നമ്മൾ തന്നെ കൊണ്ടുവന്നിട്ട് ഇവരെ പൂരം കാണിക്കാനും ഉയർത്തി കാണിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കാനൊന്നും പറ്റില്ല, അത്രമാത്രം ക്രൗഡഡ് ആയിരിക്കുന്നു.